തിരുവാതിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലയോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവര ചൊല്ല് തിരുവാവണിരാവ് മലയാള ചുണ്ടിൽ മലയോണപ്പാട്ട്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓണത്തിന്റെ കുറച്ച് ഓർമ്മകളും കുറച്ച് പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഓണക്കാലത്ത് നല്ല മഴയാണ് ഇവിടെ. അപ്പൊ ഞങ്ങളിവിടെ ഉള്ള ചെറിയൊരു സെറ്റപ്പില് ഓണാഘോഷിക്കാൻ പോവാണ്. ചെറിയ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, കെട്ടിയ പൂക്കൾ വെച്ചിട്ട് ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. വിഷുകാരെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ ഒരു തുടങ്ങണം. അപ്പൊ വടക്കുനാളിന് മുമ്പിൽ ഗംഭീര വലിയ പൂക്കൾ ഇട്ടാണ് എല്ലാവരും തുടങ്ങുക. അതുകൊണ്ട് തന്നെ ഓണം തുടങ്ങിയാണ് പറയുക. പിന്നെ എല്ലാ ദിവസം പൂക്കളിട്ടിട്ട് പിന്നെ ഓണത്തിന് ഒരുക്കങ്ങളായി. അതിന് മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. വലിയ ഘോഷയാത്രകൾ, കുമ്മാട്ടി, കുടിക്കളി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ സംബന്ധിച്ച് ഉത്രാടത്തിനാണ് ഞങ്ങളുടെ കുരുക്ഷേത്ര കപ്പ് ഇട്ട് ഞങ്ങളുടെ കപ്പ് നടത്തുന്നത്. ഉത്രാട കാഴ്ച കൂടിയിട്ടാണ് ഞങ്ങളുടെ ഓണം തുടങ്ങുക. ഉത്രാടം കഴിഞ്ഞ് തിരുവോണത്തിന് മുമ്പാട്ടി ഉണ്ടാവും, വിവിധ ദേശങ്ങളിൽ മുമ്പാട്ടി ഉണ്ടാവും, ഊട്ടത്തിന് മുമ്പാട്ടി ഉണ്ടാവും, അത് കഴിഞ്ഞ് ചതയത്തിന് മുമ്പാട്ടി ഉണ്ടാവും. പിന്നെ നാലോണത്തിനുള്ള കുടിക്കളി, അതോട് കൂടിയിട്ടാണ് ഓണം കഴിയുക. ആ ദിവസം കഴിയുമ്പോഴേക്കും വയ്യാണ്ടാവും. ഓടി നടന്ന് എല്ലായിടത്തും ഇറങ്ങി എത്താവളങ്ങളൊക്കെ എത്തിക്കാണ്ട് മതിച്ച് അടിച്ചു പൊളിച്ച് അങ്ങനെയാണ് ഓണം കഴിയുക. എല്ലാ കൊല്ലം ഇതുവരെ ഒരു 25 വർഷമായിട്ട് എല്ലാ കൊല്ലം ഒന്നോടോടാണ്ട് നാട്ടിലുണ്ടാകുന്നു, വീട്ടിലുണ്ടാകുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് നാട് വിട്ടിട്ട് ഓണാഘോഷിക്കുന്നത്. ആഘോഷമില്ല, അതിലുള്ള പോലെ അങ്ങനെയൊക്കെ പോകുന്നു. അമ്മയുടെ കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് നേരെ നടക്കാം. എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് കുളി ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് അമ്മയ്ക്കാണല്ലോ ചെയ്യുക. ഞങ്ങള് അയൽവക്കത്തുള്ള എല്ലാ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇതേപോലെ അവിടെ വലിയൊരു മനയൊക്കെ ഉണ്ട്, തൂര് മനാന്നൊക്കെ പറയും. ആ മനയുടെ മുമ്പിലെ വലിയൊരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ മുമ്പിലാണ് എല്ലാവരും ഈ മാസ് കളിക്കലും അങ്ങനെ പല സൈസ് കളികൾ കളിക്കലും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഉച്ച തിരിഞ്ഞാലാണ് കൂടുതൽ. മറ്റേത് സാധാരണ കളികൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മമാരും എല്ലാവരും വരും. എല്ലാവരും ഇന്ന് കാണാനായിട്ട് ഒരു 3-4 മണി വരെ തന്നെ പണി. എല്ലാ കളികളും പാട്ട്, കളിക്കുട്ടിക്കളി, സകല പരിപാടികൾ അങ്ങനെയായിട്ട് ഞങ്ങൾ അങ്ങനെ അതിന് മുമ്പിലാണ് കളിച്ച് അങ്ങനെയാണ് കഴിക്കാറ്. അന്നത്തെ കാലത്തോണം. ഇന്നത്തെ കുട്ടികൾക്ക് പക്ഷേ ഇപ്പം അങ്ങനത്തെ കളികളൊന്നും ഇല്ലല്ലോ. അന്നത്തെ കാലത്ത് ഇങ്ങനെ മത്സരങ്ങൾ നടത്തും. ഓണക്കാലത്ത് അങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്ലബ്ബുകളും ഗ്രാമീണ വായനശാല അങ്ങനെയുള്ള ക്ലബ്ബുകൾ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പെൺപിള്ളിയിലും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികള് ഈ പറഞ്ഞ പോലെ അപ്പൊ ടി വിയിലാണോ ഫോണിലും ടി വിയിലൊക്കെയാണോ പരിപാടികളൊക്കെ കാണാനേ ഒന്നുമില്ലല്ലോ. ഫോണിലേക്കും ടിവിയിലേക്കൊക്കെ ഒതുങ്ങി എല്ലാവരും അതിന് ഒതുക്കി ഇങ്ങനെ പറയാം. അപ്പൊ ടെക്നോളജി വളർച്ച എല്ലാവരും അതിലെത്തി അതിനെ ഒതുക്കിക്കൊണ്ടാണ് എല്ലാവരും ഓണാഘോഷിക്കണം. ഇപ്പത്തെ സാഹചര്യം ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ നടക്കും. കോളേജിലാണ് ഓണാഘോഷിച്ചത്. കഴിഞ്ഞെല്ലാം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ടൈം ആയിരുന്നു കല്യാണം. ചിലപ്പോ ഓണം എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ടൈമിലായിരുന്നു ഓണം. പിന്നെ കോളേജിൽ വെച്ച് ഗംഭീരം കഴിച്ചു പിടിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. അത് പിന്നെ മറക്കാൻ പറ്റാത്ത എല്ലാവരും കൂടിയിട്ട് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. എന്നാലും നല്ല രസമായിരുന്നു. മഴയത്തെ മറ്റേ പോലെ മഴയത്തിനകത്ത് കളിച്ചിട്ട് അതിന്റെ ഓർമ്മകളാണ് മറക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ചും രസമാണ്. ഞങ്ങൾ MBA ചെയ്തത് SMS പാലക്കാട് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പാലക്കാടായിരുന്നു. അപ്പൊ അവിടെ 2 വർഷത്തെ കോഴ്സാണ്. അപ്പൊ 2ാമത്തെ വർഷമല്ലേ നമ്മൾ ഗ്രാൻഡ് ഞങ്ങളായിരുന്നു സീനിയേഴ്സ്. അപ്പൊ കണ്ടക്ട് ചെയ്ത് നല്ല രസമായിരുന്നു. സാറിയാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. ആ നേരത്തൊക്കെയാണ് സാറാവുന്നത്. ഇത് ആദ്യം സമ്മതിച്ചൊന്നുമില്ല സാറ്. പിന്നീട് സമ്മതിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. മറക്കാൻ പറ്റാത്ത ഓണൊക്കെയാണ്. മെയിനായിട്ട് പഠിത്തമൊന്നും വിട്ടു നിന്ന് നല്ല രസമായിട്ട് കളികളും ടീച്ചേഴ്സൊന്നും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ആഘോഷിക്കാനൊരു അവസരമല്ല. ഇങ്ങനെ കോളേജിലേക്ക് ആഘോഷം വലിയൊരു കാര്യമാണ്. ആഘോഷിക്കാൻ അവസരം കിട്ടുമ്പോൾ അടിച്ചു പൊളിക്കുക. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് അമ്മയുടെ ഒരു പാട്ട് കേൾക്കാം ഓണത്തിന്.
പ്രാണപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, പ്രാണപ്പൂനിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ, പ്രാണപ്പൂനിലാവേ വാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അതായത് പൂക്കളം ഇട്ടിട്ടുണ്ട്, ഡ്രസ്സ് പുതിയതൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും. ഇതൊക്കെ തന്നെ. നമുക്ക് വേറെ ഇവിടെ ഒന്നും വേറെ കളികളൊന്നും വെക്കാൻ പറ്റില്ല, ഗെയിംസ് ഒന്നും വെക്കാൻ പറ്റില്ല. ആകെ 3 പേരേ ഉള്ളൂ. വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ ഗുജറാത്തിലെ ഓണം ആഘോഷം ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ചുരുക്കണു. പിന്നെ നമുക്കിപ്പോ നല്ല മഴയെ പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ള പറ്റില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ തന്നെ അതെ. ഇനി സദ്യ കഴിക്കണം. പിന്നെന്താ, പിന്നെ കുറെ ഓർമ്മകളൊക്കെ, ഓണം ഓർമ്മകളൊക്കെ നമ്മളിവിടെ പങ്കുവച്ചു. നമ്മുടെ ഓണക്കോടി അൺബോക്സിംഗ് ആണ്. നമുക്ക് ഓണക്കോടി അയച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അൺബോക്സിംഗ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ അന്നേട്ടന്റെ കിട്ടിയ ഓണക്കോടിയാണ് അന്നേട്ടൻ വീഡിയോയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് മുന്നേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ സൈസ് ശരിയാണെന്ന് നോക്കണം. ഹായ് എല്ലാവർക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം സൗണ്ട് പ്രോബ്ലം ഉണ്ട്. എക്കോ പ്രോബ്ലം ഉണ്ടാവും, സൗണ്ടിൻ്റെ ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഹൗളിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് കാരണം നല്ല എക്കോ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം ഞാൻ സൗണ്ട് കുറച്ച് കൂട്ടിയൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ക്ലിയർ അല്ല തോന്നുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. കാരണം നമുക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ല. ഇതിപ്പോൾ ഒരു മഴയില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ മഴയും പോയി. അപ്പോൾ ഫുള്ള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ അത് റീടേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ലേ, ഇരട്ടിപ്പണിയില്ലേ. അപ്പോൾ അത് തന്നെ കൊണ്ട് അതൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇത് ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. മുകളിൽ പണി നടക്കുന്നുണ്ട്, അത് കാരണമാണ് കേട്ടോ. പിന്നെന്താ, എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഓണമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം നമുക്ക് ഇതിലും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ. ഈ കൊറോണയൊക്കെ മാറി എല്ലാവരും ഐശ്വര്യത്തോടെ ആഘോഷിക്കാൻ പറ്റട്ടെ. ഇപ്രാവശ്യം എല്ലാം ചുരുക്കത്തിലാണല്ലോ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കാം. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയണ പോലെ. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങളോ വല്ല ഒപ്പീനിയൻസ്, അത് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എന്നാലല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് ടൈം ശ്രമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെയ്ത് ഇങ്ങനെ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കണം. പിന്നെന്താ, അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.